ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാണുന്ന ഒരു BMW X4 ആണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന സർവീസിനും അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ജനറൽ ചെക്കപ്പും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ വന്ന സമയത്ത് സ്പാർക്ക് പ്ലഗും ഈ വാഹനത്തിൻ്റെ എയർ ഫിൽറ്ററും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ ഇഗ്നിഷൻ കോയിൽ. 6 സിലിണ്ടർ വരുന്നുണ്ട് ഈ വാഹനത്തിൽ. അപ്പോൾ 6 സിലിണ്ടറിന് 6 സ്പാർക്ക് പ്ലഗും അതേമാതിരി തന്നെ 6 ഇഗ്നിഷൻ കോയിലും വരുന്നുണ്ട്. ഇനി അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ടൈറ്റനിങ് ടോർക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡൗട്ടൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ബോക്സിൽ തന്നെ ഇതിന് എത്രയാണ് ടൈറ്റനിങ് ടോർക്ക് കൊടുത്തിട്ടുണ്ട്. 23 Nm ടോർക്കാണ് ഈ വാഹനത്തിൻ്റെ സ്പാർക്ക് പ്ലഗിന് വരുന്ന ടൈറ്റനിങ് ടോർക്ക് എന്ന് പറയുന്നത്. ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ട് നമ്പർ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതാണ് പുതിയ ഒറിജിനൽ എയർ ഫിൽറ്റർ തന്നെയാണ് നമ്മൾ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പഴയ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഈ വാഹനത്തിൻ്റെ എയർ ഫിൽറ്ററും അതേമാതിരി തന്നെ സ്പാർക്ക് പ്ലഗും ഇതുവരെയായിട്ട് ഈ വാഹനം വർക്ക്ഷോപ്പിൽ നിന്ന് മാറിയിട്ടില്ല. അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് എയർ ഫിൽറ്റർ ഉണ്ടല്ലോ, വളരെ ബാഡ് കണ്ടീഷനാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ സ്പാർക്ക് പ്ലഗ് ഞാൻ മാറിയിട്ടില്ല എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് വാഹനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് അതേമാതിരി തന്നെ കാർ എന്നുള്ളൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വെഹിക്കിൾ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ എത്ര തവണ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിലിപ്പം എഞ്ചിൻ ഓയിൽ സർവീസ് നമ്മളിപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സർവീസ് ഹിസ്റ്ററിയിൽ ആദ്യം തന്നെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡെലിവറി ചെക്കാണ്. വാഹനം ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ചെക്കപ്പും കാര്യങ്ങളാണിത്. അതിനുശേഷം എന്ന് പറയുന്നത് ഫസ്റ്റ് സർവീസ് എഞ്ചിൻ ഓയിൽ സർവീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ സർവീസിൽ എയർ ഫിൽറ്ററും എഞ്ചിൻ ഓയിൽ സർവീസും AC ഫിൽറ്ററും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സർവീസിൽ എന്ന് പറയുന്നത് എഞ്ചിൻ ഓയിലും അതേമാതിരി ബ്രേക്ക് ഫ്ലൂയിഡ് സർവീസും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എവറി 4th സർവീസിലാണ് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററും മാറാറ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ 4th സർവീസാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ എയർ ഫിൽറ്ററും അതേമാതിരി തന്നെ സ്പാർക്ക് പ്ലഗും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്ന ഒരു B58 എന്ന് പറയുന്ന എഞ്ചിനാണ്. ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.